നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഇന്ന് നമ്മുടെ വീണ വിജയൻ്റെ ആ ഒരു ഇ ഡി വിഷയത്തിൽ നിന്ന് മാറി നമുക്ക് കർണാടകയിൽ ഒരു അതിസങ്കീർണമായൊരു കുരുക്ക്, ഈ നോട്ടിട്ട് കളിക്കുന്ന ചില ബിരുദന്മാരുണ്ട്. ഒരു കുരുക്കിട്ട് കൊടുത്താൽ പിന്നെ കുരുക്ക് അഴിക്കുക, നമ്മൾ ഒരു ഫ്രൈസേനില്ലേ, കുരുക്കഴിക്കാൻ പാടുപെടുമെന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഒരു ഗംഭീര കുരുക്കിട്ടിട്ടാണ് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. സിദ്ധരാമയ്യ അവസാനമായി ഒപ്പിട്ടത് 2025 തന്നെ തയ്യാറാക്കി വെച്ച ജാതി സെൻസസ് റിപ്പോർട്ടാണ്. സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ സർവേ. ഈ സർവേ പ്രകാരം അവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർ കർണാടകയിൽ എത്ര ശതമാനം കൂടി, എത്ര വിഭാഗങ്ങൾ എത്ര ശതമാനം കുറഞ്ഞു, അത് വലിയൊരു കുരുക്കാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത്. ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് ആഘോഷപൂർവ്വം അധികാരമേൽക്കാൻ ഒരുങ്ങുന്ന DK ശിവകുമാർ എന്ന നിയുക്ത മുഖ്യമന്ത്രിക്ക് ഇത് തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. റിപ്പോർട്ട് തള്ളിക്കളയാൻ പറ്റില്ല, നടപ്പാക്കാതിരിക്കാനും പറ്റില്ല. ശരിക്കും അതൊരു ഈ അവിടുത്തെ ലിംഗായത്ത് അടക്കമുള്ള പ്രബല വിഭാഗങ്ങൾക്ക് ഒന്നുകിൽ അവർ ശത്രുവാകും, ഒന്നുകിൽ ലിംഗായത്തുകൾ ശത്രുവാകും, വൊക്കലിംഗക്കാർ മിത്രമാവും. ഒന്നുകിൽ വൊക്കലിംഗ ശത്രുവാകും, അല്ലെങ്കിൽ ലിംഗായത്ത് മിത്രമാവും. അങ്ങനെയല്ല ആ സമവാക്യം പോകുന്നത്. അങ്ങനെയല്ല. അതിന് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മളത് പറയാം. ശരിയാണ് രാജേഷ് ജി പറഞ്ഞ ഈ വിവിധ ജാതി വിഭാഗങ്ങൾ കോൺഗ്രസിനെ പിച്ച് കീറും. പക്ഷെ ഈ വാസ്തവത്തിൽ ഈ കുരുക്ക് വെച്ചത് സിദ്ധരാമയ്യ അല്ല, രാഹുൽ ഗാന്ധിക്കാണ് കുരുക്ക്. ഈ കുരുക്ക് വെച്ചു കൊടുത്തത് അമിത്ഷായാണ്. കാരണം രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞേ, ഞങ്ങൾക്ക് ജാതി സെൻസസ് വേണം. പട്ടാളത്തിൽ പോലും സംവരണമില്ലാതെ നിയമനം നടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ആർമിയാണ്. അവിടെ ഫിസിക്കൽ മെൻ്റൽ മെറിറ്റ് മാത്രമാണ് നോക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ജാതി, മതം ഇതൊന്നും അവിടെ വിഷയമല്ല. നിങ്ങൾക്ക് ന്യൂനപക്ഷമാണോ, ഭൂരിപക്ഷമാണോ, പട്ടികജാതിയാണോ, ഉയർന്ന ജാതിയാണോ നോക്കൂ. അതുകൊണ്ടാണ് സേനയിൽ ഏറ്റവും താഴെത്തട്ടിൽ പോലും ഒരു സവർണ ജാതിക്കാരൻ ജോലി ചെയ്യുന്നുണ്ടാവും. ഏറ്റവും മുകൾ തട്ടിൽ ഒരു ഈ പറയുന്ന പോലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന്, പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ജോലി ചെയ്യുന്നുണ്ടാവും. അവരുടെ കഴിവ് മാത്രം. ഇത് രാഹുൽ ഗാന്ധി കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്താ ജാതി സെൻസസ് വേണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റാണ് മറിച്ചാണ്. നമ്മൾ ഈ സെൻസസ് എടുക്കണമല്ലോ, ജനസംഖ്യ അറിയാൻ വേണ്ടി 2021 സെൻസസ് എടുക്കേണ്ടതായിരുന്നു. കോവിഡ് കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഭയങ്കര ബഹളം വെച്ചു. ഇനിയിപ്പോൾ സെൻസസ് മാത്രമാക്കിയാൽ പോരാ, ജാതി സെൻസസ് തന്നെ എടുക്കണം. അപ്പോൾ ഈ ജാതി സെൻസസ് വരുമ്പം BJP സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാവും. BJPക്ക് പണി കൊടുക്കാം. ഈ ഹിന്ദു വോട്ട് ബാങ്ക് ഇന്ന് ഈ പിന്നെ ക്ഷേത്രങ്ങളുടെയും ഈ തകർക്കപ്പെട്ട അമ്പലങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ BJP ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്ക്. അതാണല്ലോ ഈ മുഗളന്മാരുടെ ആക്രമണത്തിൽ തകർന്നു പോയ, അല്ലെങ്കിൽ അധിനിവേശക്കാരുടെ, മുഗളന്മാരെന്ന് മാത്രമല്ല അത് പറങ്കികളും ഒക്കെ ആക്രമിച്ച് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം വെച്ച് കളിക്കുന്ന BJPക്ക് നല്ല ഒന്നാന്തരം ഒരു 8ൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് ആൾക്കാർ ചേർന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി സെൻസസ് വേണം. രാഹുൽ ഗാന്ധി നോക്കുമ്പോൾ കോൺഗ്രസ് ഏത് സംസ്ഥാനമായാലും ഈ ജാതി വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ സംഭവം. അല്ല, ജാതി വെച്ചാണ് കളിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ജാതി സെൻസസ് നടത്തിയിരുന്നില്ല. അല്ല, ഈ സെൻസസ് ഇപ്പോൾ BJP സർക്കാർ രാജ്യമൊട്ടാകെ എടുത്തു കൊടുത്താൽ ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്താമെന്ന് രാഹുൽ ഗാന്ധിക്ക് തീരുമാനിക്കാം. അതല്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് തീരുമാനിക്കാം. പക്ഷെ എന്താ പറ്റുന്നതെന്നറിയാമോ, ഈ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ബലഹീനമായൊരവസ്ഥയിൽ ദുർബലമാണ് കോൺഗ്രസ്സിന് അവിടെ നീ ഇവിടെ മത്സരിക്കണ്ട, ഇന്നയാൾ മത്സരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ഇന്നില്ല. അതിൻ്റെ തെളിവല്ലേ കേരളത്തിൽ KC വേണുഗോപാലിനെ മാറ്റി VD സതീശനെ തന്നെ വെക്കേണ്ടി വന്നത്, അല്ലേ? കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ദുർബലമാണെന്നുള്ളതിന് നോക്കൂ. 47 MLA-മാരുടെ പിന്തുണ, 63 MLA-മാരിൽ 47 പേരുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനെ മാറ്റിയിട്ട് പകരം മുസ്ലിം ലീഗ് പറഞ്ഞ, മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശം അനുസരിച്ച് VD സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നില്ലേ കേരളത്തിൽ? അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞയിൽ വടശ്ശേരി ദാമോദര മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അതൊക്കെ അവരുടെ പൊളിറ്റിക്സാണ്. ഞാൻ പറയണ ഇത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നതിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു പരാജയമാണ്. അതിൻ്റെ നേർചിത്രമാണ് നമുക്ക് കർണാടകയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സിദ്ധരാമയ്യ വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരനല്ല.
അദ്ദേഹം ജനതാദളിലൊക്കെ പ്രവർത്തിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് വന്ന കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണ്. മിസ്മാച്ച് ആണല്ലോ കോൺഗ്രസിന് ഒരു കോൺഗ്രസിന്റെ ആശയം എന്നല്ല, കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് തുടർന്ന് വരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് ഒട്ടും യോജിച്ച ആളല്ല സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ കൃത്യമായി ജാതിക്കാരുടെ ഇറക്കി കളിക്കുന്ന പട്ടികജാതി വിഭാഗങ്ങളുടെയും പിന്നെ മറ്റ് ഈ OBCയിൽ തന്നെ കുറഞ്ഞ വിഭാഗങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗങ്ങളുടെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ഇത് വെച്ച് കളിക്കുന്ന ഒരു പാർട്ടിയാണ് കർണാടകയിൽ ഈ സിദ്ധരാമയ്യ. നോക്കൂ, അവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തീരദേശത്ത് കർണാടകയിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ തീരദേശത്ത് ജയിച്ചത് BJP-യാണ്. അവിടെ നമ്മൾ ആ പൊളിറ്റിക്സാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ സിദ്ധരാമയ്യ അത് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് പൊയ്ക്കൊണ്ടിരുന്ന വോട്ടാണ്. പക്ഷെ അത് കോൺഗ്രസ്സിൽ നിന്ന് വിട്ട് BJP-യിലേക്ക് വന്നെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ആ കാരണം സിദ്ധരാമയ്യയാണ്. സിദ്ധരാമയ്യയുടെ ഈ ജാതിക്കാർഡാണ് അതിൻ്റെ കാരണം. ഈ പട്ടികജാതി പട്ടികജാതി പ്ലസ് മുസ്ലിം ന്യൂനപക്ഷം, ഇതാണ് സിദ്ധരാമയ്യയുടെ തുറുപ്പ് ചീട്ട്. ഇപ്പോഴും അത് സിദ്ധരാമയ്യ അതുകൊണ്ട് മാത്രമല്ല, അപ്പുറത്ത് BJP-ക്ക് കിട്ടുന്ന ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്കാണ്. അപ്പോൾ അത് വിവിധ ജാതികൾ ചേർന്നതാണല്ലോ ഹിന്ദു സമൂഹം. ആ വിവിധ ജാതികൾ ഒത്തൊരുമയോടുകൂടി BJP-ക്ക് വോട്ട് ചെയ്യുന്നു. BJP എന്താ ചെയ്യുന്നത്? കളമറിഞ്ഞ് കളിക്കുന്നു, മണ്ഡലമറിഞ്ഞ് സ്ഥാനാർത്ഥിയെ നിർത്തും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ കേരളത്തിലെ കാര്യം എടുക്കാം. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ഈ എല്ലാവരും ഇത് നോക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അല്ലാതെയും സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നേമത്ത് അതുപോലെ ജാതി നോക്കിയല്ലേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? സെൻട്രലിൽ ജാതി നോക്കി, ജാതിയും മതവും ഒക്കെ നോക്കിയല്ലേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? ഇതെല്ലാം കോൺഗ്രസും CPM-ഉം BJP എല്ലാം ഈ കാർഡിറക്കി കളിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധരാമയ്യ നോക്കുമ്പോൾ BJP-ക്ക് ഒരു ആറ്റം പണിയും കൊടുക്കാം, അത് വെച്ച് കോൺഗ്രസ്സിന് നല്ലൊരു തല്ലും കൊടുക്കാം. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും. എന്നാൽ പിന്നെ കോൺഗ്രസ് ഇത്തിരി വെള്ളം കുടിക്കട്ടെ, നീയൊക്കെ അനുഭവിക്കുക, ഒരു പണിയും വെച്ചിട്ടാണ് ഇറങ്ങിയത്. അതാണ് ഈ താങ്കൾ പറഞ്ഞ ജാതി സെൻസസിൻ്റെ റിപ്പോർട്ട് അംഗീകരിച്ചു. ഇനിയിപ്പോൾ ഈ അംഗീകരിച്ചത് കൊണ്ട് കാര്യമല്ല, ഇത് നടപ്പാക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന അടുത്ത മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ഈ പട്ടികജാതി അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം ഇവരുടെ എല്ലാം എതിർപ്പ് വരും. അത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണത്. അത് കയ്യിൽ നിന്ന് പോകുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുന്നു വെച്ചാൽ ബേസ് വോട്ട് പോയി, ബാക്കിയാണ് ഈ ഭരണവിരുദ്ധ വികാരമെല്ലാം വെച്ച് പിടിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് 5 കൊല്ലം കൂടുമ്പോൾ കർണാടകയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 5 കൊല്ലം BJP ഭരിക്കുമെങ്കിൽ 5 കൊല്ലം കോൺഗ്രസ് ഭരിക്കുന്നു, വീണ്ടും 5 കൊല്ലം BJP ഭരിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ അവിടുത്തെ ഒരു മുന്നണി സംവിധാനം തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ജനതാദളിൽ BJP-ക്ക് പണ്ട് ജനതാദളിനെ BJP പുറത്ത് നിന്ന് പിന്തുണച്ചു, യെഡ്യൂരപ്പ അന്ന് ഉപമുഖ്യമന്ത്രിയായി. ഇന്നിപ്പോൾ BJP മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, അവരെ കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ജനതാദള് പിന്തുണയ്ക്കുന്നു, കുമാരസ്വാമിയെ പിടിച്ച് ഉപമുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെ BJP NDA അവിടെ മറ്റൊരു തലത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പുറത്ത് കോൺഗ്രസ് ജാതി രാഷ്ട്രീയം, ഇപ്പുറത്ത് ജാതി പ്രാദേശികമൊക്കെ ഉണ്ട്. തെക്കൻ കർണാടകം, വടക്കൻ കർണാടകം, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം. അതുപോലെ ബെല്ലാരി സഹോദരന്മാർ, ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട്. ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ പഴയ ആ കളി നടക്കാത്തത് കൊണ്ട്, ഈ ജാതി രാഷ്ട്രീയം കാർഡിറക്കി കളിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സിന് അത് നടക്കാത്തതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ എന്ത് ചെയ്തു? സിദ്ധരാമയ്യ വന്നപ്പോൾ സിദ്ധരാമയ്യ ഈ കുടുംബി എന്ന് പറയുന്ന ഒരു സമുദായമാണ്, കുടുംബഗൗഡ, അങ്ങനെ കുറുംബഗൗഡ. ഈ കുറുംബഗൗഡ എന്ന് പറയുന്ന സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പട്ടികജാതി വിഭാഗമാണ്. എന്ന് വരുന്ന സിദ്ധരാമയ്യക്ക് പട്ടികജാതിക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അവരെല്ലാം നിരത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവരെ വെച്ച് കളിക്കുന്ന സിദ്ധരാമയ്യ വളരെ കൃത്യമായിട്ട് ഈ ജാതി സെൻസസിൻ്റെ കാർഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ OBC വിഭാഗങ്ങൾ അവിടെ ധാരാളമുണ്ട്. ഈ ലിംഗായത്തും ഒക്കലിംഗയൊക്കെ ഒരു ഉന്നത ശ്രേണിയിൽപ്പെട്ട ജാതികളാണ്. എന്ന് വെച്ചാൽ തീരെ പട്ടികജാതിക്കാരെ പോലെയല്ല, സംവരണ ആനുകൂല്യങ്ങൾ ആ രീതിയിൽ കിട്ടുന്നവരല്ല. അപ്പോൾ ഈ ലിംഗായത്തുകാർക്കും അതുപോലെ തന്നെ ഇവർക്കും ഈ ഒക്കലിംഗയ്ക്കും ഒക്കെ ഈ ജാതി സെൻസസ് ഒരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് ഒരു വെല്ലുവിളിയാണ്. നമുക്കറിയാം, പണ്ട്
ഈ പിന്നെ രാജീവ് ഗാന്ധി സർക്കാരിനെ താഴത്തിറക്കിയിട്ട് VP സിംഗ് സർക്കാരിനെ കൊണ്ടുവന്നു. അന്ന് BJP പുറത്തു നിന്ന് പിന്തുണച്ചു. 84 85 സീറ്റുണ്ട്. അതിൽ 5 സീറ്റ് കർണാടകയിൽ നിന്നായിരുന്നു BJPക്ക് കിട്ടിയത്. അപ്പോൾ BJP വെറും 2 സീറ്റിൽ നിന്ന് 85 സീറ്റിലേക്ക് 84 സീറ്റിലേക്ക് 85 സീറ്റിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ്സിന് അതിൻ്റെ അപകടം മനസ്സിലായി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ അപകടം മനസ്സിലാക്കിയ ആൾ VP സിംഗ് ആയിരുന്നു. അപ്പോൾ VP സിംഗും ഇടത് കക്ഷികൾ BJPയുടെ പിന്തുണ ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ BJPയെ ഒതുക്കി തങ്ങളുടെ കൂടെ നിർത്തണം. അതിനെന്താണ് BJPയുടെ വോട്ടെന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. അപ്പോൾ വിവിധ ജാതികൾ ചേർന്നൊരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായി വരുന്നു. ആ വോട്ട് ബാങ്ക് BJPയെ വളർത്തുന്നു. ഇത് പൊളിക്കാനാണ് മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. OBCക്കാർക്ക് സംവരണം, അതും ക്രീമി ലെയറിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഈ ജാതിക്കാരുടെ ഇറക്കി നല്ല ഭംഗിയായിട്ട് കളിക്കാൻ തുടങ്ങി. ഇതാണ് അത്. അന്ന് BJPയുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. BJP എന്ത് ചെയ്തു? അദ്വാനി പറഞ്ഞു ഇറക്കടാ രഥം, രാമക്ഷേത്രം നിർമ്മിച്ചിട്ടേ ഉള്ളൂ, ഇനി വേറെ കാര്യം. അടുത്ത പിന്നെ ആ അപ്പുറത്തുനിന്നൊരു ചെക്ക് വെച്ചപ്പം അതിൻ്റെ 10 ഇരട്ടി ശക്തിയുള്ള വേറൊരു ചെക്ക് തിരിച്ചു വെച്ചു കൊടുത്തു LK അദ്വാനി. കാരണം അതുവരെ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയിരുന്ന രാമക്ഷേത്ര വിഷയം, അയോധ്യ രാമജന്മഭൂമി വിഷയം, അത് രാഷ്ട്രീയ വിഷയമായി മാറി. അല്ല, അത് BJP രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ പിന്നെ അത് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവരന്ന് തൊട്ട് അവരുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചു രാമക്ഷേത്ര നിർമ്മാണം. ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു അടവാണ്. ഇവിടെ സിദ്ധരാമയ്യ എടുത്തിരിക്കുന്ന ഈ അടവാണ് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുക. ലിംഗായത്തുകളും ഒക്കലിംഗക്കാരും പട്ടികജാതിക്കാരും എല്ലാം തമ്മിൽ തല്ലട്ടെ. പക്ഷേ നിങ്ങൾ നോക്കൂ, മുസ്ലിം വോട്ട് ബാങ്ക് അപ്പോഴും അവിടെ നിൽപ്പുണ്ട്. മുസ്ലിം വോട്ട് ബാങ്ക് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് അവരാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു, അവർക്കേ ആ വോട്ട് കിട്ടുള്ളൂ. അതിപ്പോൾ നാളെ BJPക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ BJPക്ക് കിട്ടും. അവർക്ക് ഈ പ്രശ്നാധിഷ്ഠിതമാണ്. അവർ പ്രശ്നാധിഷ്ഠിതം എന്നല്ല, അത് വ്യക്തമായിട്ട് പറഞ്ഞ മതാധിഷ്ഠിതമാണ്. അവരുടെ മതത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സിദ്ധരാമയ്യയ്ക്ക് ഉറപ്പുണ്ട് ഈ മുസ്ലിം വോട്ട് ഒരു കാരണവശാലും അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെ വിട്ടു പോകത്തില്ല. അവർക്ക് വഴി വേറെ ഇല്ല, കർണാടകയിൽ പ്രത്യേകിച്ച് വേറെ ഓപ്ഷനില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ട് കിട്ടും. പട്ടികജാതിക്കാരുടെ വോട്ട് നമുക്ക് പിടിച്ചു നിർത്താം. ഇനി സിദ്ധരാമയ്യയ്ക്ക് എല്ലാ കാലവും ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് പ്രായം ഇപ്പോൾ തന്നെ വളരെ വൃദ്ധനാണ്. അപ്പോൾ പിന്നെ ഇനി അടുത്ത ടീമിന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്ന ഒരു ഗ്രൂപ്പിന് ഭരണം കൈമാറണം. അതാണ് സിദ്ധരാമയ്യയുടെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയത്തിലുണ്ട്, കർണാടക നിയമസഭയിലുണ്ട്, ഇപ്പം മന്ത്രിയാവും, നല്ലൊരു വകുപ്പ് കൊടുക്കും. അപ്പോൾ ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് സിദ്ധരാമയ്യ കരിക്കൾ നീക്കിയത്. അത് DK ശിവകുമാർ ഒക്കലിംഗ സമുദായത്തിൽ നിന്ന് വരുന്നയാളാണ്. അദ്ദേഹത്തിന് ആ വോട്ട് ഒരു പ്രബല വിഭാഗമാണ് കർണാടകയിലെ. ലിംഗായത്ത് പോലെ തന്നെ വളരെ പ്രബല ഒരു വോട്ട് ബാങ്കാണത്. അപ്പോൾ അതുപോലെ ലിംഗായത്തുകാരും ഒക്കലിംഗക്കാരും തമ്മിൽ ചർച്ചയിലല്ല. ഇവർ തമ്മിൽ പല വിഷയങ്ങളും ഉണ്ട്. പക്ഷേ ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നൊരു ഘടകം BJPയാണ്. BJPക്ക് ഈ രണ്ടിലും സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൊണ്ടാണ് BJP അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഈ ജാതിക്കാരുടെ ഇറക്കി കളിക്കുക, വെട്ടുക എന്നുള്ളതാണ്. ഇവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വിഭാഗങ്ങളും പിണങ്ങും. അവർ രാഷ്ട്രീയമായിട്ട് തങ്ങളുടെ നേട്ടത്തിനും ആനുകൂല്യ ലഭ്യതയ്ക്കും വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിക്കും. ഇപ്പോൾ ലിംഗായത്തുകാരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന യെഡ്യൂരപ്പ ലിംഗായത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ലിംഗായത്ത വോട്ട് കൃത്യമായിട്ട് സമാഹരിച്ച് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് പറ്റും. DK ശിവകുമാർ ഒക്കലിംഗ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഒക്കലിംഗരുടെ വോട്ട് കൃത്യമായിട്ട് സമാഹരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇതിനെ പൊളിക്കാനാണ് സിദ്ധരാമയ്യ ഇപ്പോൾ ഈ ജാതി സെൻസസ് കാർഡുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വല്ലാതെ വേറൊന്നുമല്ല. അതിൽ അദ്ദേഹം ഏതാണ്ട് വിജയിച്ച മട്ടാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് വെള്ളം കുടിക്കാൻ പോകുന്നത്. ഇത് നടപ്പാക്കിയാൽ കർണാടകയിൽ 8 നിലയെ പൊട്ടും, ഉറപ്പാണ്. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP ഇത് വെച്ച് ഇവരെ പരിഹസിക്കുകയും വിലപേശുകയും ചെയ്യും. എവിടെ ജാതി സെൻസസ് നടത്തിയിട്ട് എന്താ നടപ്പാക്കാത്തത്? കാരണം അമിത്ഷാ വെച്ചു കൊടുത്ത പണിയാണ്. അതത് സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് എടുക്കാം, അതിന്മേൽ നടപടികൾ സ്വീകരിക്കാം. കേന്ദ്രത്തിനെ നിങ്ങൾ വന്ന് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേന്ദ്രം ഓൾ ഇന്ത്യ ലെവലിൽ ജാതി സെൻസസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അധികാരം കൈമാറി. മറ്റേത് കേന്ദ്രത്തിനായിരുന്നു. നേരെ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന്
ഇപ്പോൾ ടപ്പയെന്ന് പറഞ്ഞ് ഇതങ്ങ് മാറ്റിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ജാതി സെൻസസ് എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളുടെ വിവേചനാധികാരമാണ്. നിങ്ങൾക്ക് എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, അല്ലേ? അപ്പോൾ പക്ഷേ സംവരണമൊക്കെ കൊടുക്കുന്നതിന് കേന്ദ്രം തന്നെ വിചാരിക്കണം, എങ്കിലേ പറ്റുള്ളൂ. കാരണം അത് പാർലമെൻറ്റിൽ നിയമം ഭേദഗതി ചെയ്താലേ പറ്റുള്ളൂ. ഇവർക്ക് മറ്റ് ചില്ലറ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് പറ്റില്ല. അപ്പോൾ അമിത്ഷാ വെച്ചു കൊടുത്ത നല്ല ഒന്നാം തരം പണിയാണ് ഇത്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ട് ഇന്ന് കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുന്നില്ല. അത് സിദ്ധരാമയ്യെ പോലെയുള്ളവർ മുതലെടുക്കുന്നു. ഇതാണ് കർണാടകയിലെ ഒരു സാഹചര്യം, അന്തരീക്ഷം ഇതാണ്. അവിടെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് DK ശിവകുമാർ ഇതിനെ എങ്ങനെ മറികടക്കും. ഈ പറഞ്ഞ ജാതി സെൻസസിൽ ഈ ഒപ്പുവെച്ചിട്ട് ഇറങ്ങിപ്പോയ സിദ്ധരാമയ്യ ഉണ്ടാക്കിയ കുരുക്ക് എങ്ങനെ DK ശിവകുമാർ അഴിക്കും. ഒരേ സമയം ലിംഗായത്തുകളെയും ഒക്കലിംഗരെയും പിന്നെ പിണക്കാതെ അവരെ ഒരുമിച്ച് കൊണ്ടുപോയി ഈ കർണാടകയിൽ OBC സവർണ വിഭാഗങ്ങളുണ്ട്, അവരെ പരമാവധി നമ്മുടെ ഈ കേരളത്തിൽ ഈ നായർ ഈഴവ എന്ന് പറയുന്നത് പോലെയാണ് ഇത് രണ്ടും. അപ്പോൾ അവരെ പരമാവധി പിണക്കാതെ കൊണ്ടുപോവുക. ഒപ്പം ഈ പട്ടികജാതി പട്ടികവർഗ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് അതും പിടിച്ചു നിർത്തുകയും വേണം. ഇത് റിപ്പോർട്ട് തിരുത്താനും പറ്റില്ല. ന്യൂനപക്ഷ കമ്മീഷന്റെ റിപ്പോർട്ടാണ്. അല്ല, ന്യൂനപക്ഷ കമ്മീഷൻ ഇല്ല, ജാതി സെൻസസ് എടുത്തിട്ട് അതിൻ്റെ പുറത്തുണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയായി. തുപ്പിയാൽ അത് രാഹുൽ ഗാന്ധിക്ക് അപകടം ചെയ്യും, ഇറക്കിയാൽ അത് കർണാടകയിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കും. ഇതാണ് ഈ സിദ്ധരാമയ്യയുടെ രാജിയുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘം. ഇതെങ്ങനെ പെയ്തിറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ ഉറ്റുനോക്കുന്നത്.